ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ ആണല്ലോ. നമുക്ക് ഇഷ്ടമാതിരി തണ്ണിമത്തൻ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ നല്ല ചൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഈ തണ്ണിമത്തൻ വെച്ച് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി, ഇതുപോലത്തെ ഒരു പകുതി തണ്ണിമത്തൻ. അതിൻ്റെ പകുതി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പകുതി കുറച്ച് വലുതായിട്ട് നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൂടെ നമുക്ക് 2 ഗ്ലാസ് പാല് വേണം. ഇതിപ്പോൾ ഒരു ഫുൾ ഫാറ്റ് ലോങ് ലൈഫ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ പച്ചപ്പാലാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് ഫ്രീസൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് വേണം. 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് തണ്ണിമത്തനിലേക്ക് മധുരം നോക്കിയിട്ട് ബാലൻസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ഏലക്ക മാത്രം മതി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാനിത് നമ്മുടെ സ്പെഷ്യൽ വാട്ടർ മെലൺ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്കൊരു ബ്ലെൻഡറിലേക്ക് വലുതായി കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തനും എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും അവിടെ കണ്ടൻസ് മിൽക്കും വാനില എസൻസും ഏലക്കയും അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലും ഒഴിക്കാം. ഞാനിപ്പം ഈ തണ്ണിമത്തൻ കുരുവോടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കുരു ഒഴിവാക്കാം. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായി ബ്ലെൻഡ് ചെയ്ത ആ മിക്സ് ഞാൻ ഒരു ബൗളിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വത്തക്ക കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ കഷ്ണം ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അതിരുചികരമായിട്ടുള്ള ഈ വാട്ടർ മെലൺ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ഈ വാട്ടർ മെലൺ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നോമ്പൊക്കെ എടുക്കുന്ന കൂട്ടുകാർക്ക് നോമ്പിന് ശേഷം ക്ഷീണമൊക്കെ മാറ്റാനുള്ള നല്ല റിഫ്രഷൊക്കെ ആവാനൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.